അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയനായ അധ്യക്ഷൻ സാദ് പി കെ മൂസക്കുട്ടി ഹസ്രത്ത് അവറുകളെ, ലോഞ്ചിങ് ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ, മുഹമ്മദ് കോയ ജമീൽ ലൈലി തങ്ങൾ അവറുകളെ, ഇവിടെ ആദരണീയരായിട്ടുള്ള സാദ് കൊയ്യൂർ സാദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, സ്ഥാപന ഭാരവാഹികൾ, ഇവിടെ കൂടിയ പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ നൂതനമായ ഒരാശയത്തെ പ്രാവർത്തികമാക്കിയ ഒരു അസുലഭാവസരത്തിലാണല്ലോ നമ്മളിവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. ആദ്യമായി എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട എസ്.വിയെ ആർദ്രമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്കില്ലും എഫേർട്ടും അദ്ദേഹം ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു പ്രിയപ്പെട്ട എസ്.വി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എസ്.വിയെ സഹായിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായ എല്ലാ മേഖലയിലും, ആത്മീയ മേഖലയിലും അതുപോലെ തന്നെ ഭൗതിക രംഗത്തുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട IAS ഷൈദിനൊക്കെ പോലെയുള്ളവർ അവരുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഒരു മാതൃക അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഇതിൻ്റെ ഡോക്യുമെൻ്ററിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പ്രസൻറ്റേഷനുകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇസ്ലാം ഏറ്റവും നൂതനമായിട്ടുള്ള ആശയങ്ങളെ ഇന്ന് നടപ്പാക്കാൻ വ്യഗ്രത കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് നമുക്കറിയാലോ. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ വിദ്യാഭ്യാസമാണ്, അറിവാണ്. അറിവിനെ മനുഷ്യ സമൂഹത്തിലേക്ക്, ആ അറിവിലൂടെ സംസ്കാരത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആൻ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു. അതിലൂടെ ഏറ്റവും മികച്ച സംസ്കാരത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ലോകവും ആഗ്രഹിക്കുന്നത് അതാണ്, ഇന്നത്തെ ലോകവും ചിന്തിക്കുന്നതാണ്. എവിടെയാണ് ഈ മികച്ച സംസ്കാരം എന്നാണ് ഇന്ന് ഓരോരുത്തരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണല്ലോ. എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒക്കെ വിരൽത്തുമ്പിലാണ് ഇന്ന് അറിവുള്ളത്. ഏതറിവും സെക്കൻഡിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്ത് അറിവിൻ്റെ ഔന്നത്യവുമുണ്ട്. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് അതാണല്ലോ, അറിവിൻ്റെ ഔന്നത്യമാണ് ടെക്നോളജി. ആ ടെക്നോളജിയാണ് ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടെക്നോളജിയുടെ ഭാഗമായാണ് എല്ലാവരും, ചെറിയ കുട്ടി മുതൽ ഏറ്റവും വലിയവർ വരെ, കൂലിപ്പണിക്കാരൻ മുതൽ ഭരണാധികാരി വരെ ടെക്നോളജിയുടെ ഭാഗമാണ്. അപ്പം നമ്മളൊരു ഏത് ചെറിയ കുട്ടിയുടെ കയ്യിലും മൊബൈൽ കൊടുത്താൽ അവനെ അറിയാം അത് എങ്ങനെ ഉപയോഗിക്കേണ്ടി വരും എന്നവനറിയാം. അവൻ ആവശ്യമുള്ള അതിൽ നിന്ന് എടുക്കുന്നു, ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അപ്പം ഇങ്ങനെ അറിവ് വ്യാപകമായിട്ടുള്ള ഇന്നത്തെ ഈ കാലത്ത് അറിവിൻ്റെ ആധിക്യവും സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോഴും എന്താണ് മികച്ച സംസ്കാരം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുമില്ല ആൾക്കാർക്ക്. അവൻ കരസ്ഥമാക്കിയ വിജ്ഞാനം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സംസ്കാരത്തിലേക്ക് അവനെ കൊണ്ടുവരാനുള്ള വിജ്ഞാനം ഏതാണ് എന്നതും ജനങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, സമൂഹം അന്വേഷിക്കുന്നുണ്ട്. അത് സമൂഹത്തിന് എത്തിച്ച് കൊടുക്കേണ്ടതും നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മൾ വിശുദ്ധ ഇസ്ലാം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നാണല്ലോ. യഥാർത്ഥ സംസ്കാരം അതാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഓരോ വിശ്വാസിയും അത് മനസ്സിലാക്കും. അപ്പോൾ ആ യഥാർത്ഥ സംസ്കാരത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക. അതിന് നൂതനമായിട്ടുള്ള ഐഡിയകളും നൂതനമായിട്ടുള്ള
വ്യവസ്ഥകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മൾ ടെക്നോളജി നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. ടെക്നോളജി നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എതിർത്ത നമ്രൂദ് കൺകെട്ട് വിദ്യയും ജാലവിദ്യയും ഒക്കെ ആയിരുന്നല്ലോ. അവിടെ അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചത് നൂതനമായ മറ്റൊരു മാജിക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. ഫറോവ മാജിക്കിലൂടെ അല്ലെങ്കിൽ കൺകെട്ട് വിദ്യയിലൂടെ സർപ്പങ്ങളെ ഉണ്ടാക്കി ജനങ്ങളെ പീഡിപ്പിച്ചു. അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിന് വടി കൊടുത്തു. ആ വടിയിട്ടു ഏറ്റവും വലിയ സർപ്പമായി. ആ സർപ്പമായിട്ട് ഫറോവയുടെ എല്ലാ സർപ്പങ്ങളെയും പിടിച്ച് വിഴുങ്ങുകയുണ്ടായി. അവസാനം ഫറോവയുടെ മുമ്പിലും പത്തി വിടർത്തി സർപ്പം ആടിയപ്പോൾ ഫറോവ വിസർജിച്ചു പോയി എന്നാണ് കഥ പറയുന്നത്. കഥയല്ല, ഉള്ളതാണ്. നമ്രൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അഗ്നിയിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അള്ളാഹു അവിടെ അഗ്നിയെ കുളിർമയാക്കി എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ നാറുക്കൂനി ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്ന് അള്ളാഹു കൽപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാൻ ബാധ്യസ്ഥമാണല്ലോ അഗ്നി. അഗ്നി അവിടെ കുളിരായി മാറി എന്നുള്ളതാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു അവിടെ നടപ്പാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതെന്തായി? ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷിച്ചു. നമ്രൂദിനേക്കാളും വലിയ സ്ഥാനം ആ കാലത്ത്, അല്ലെങ്കിൽ നമ്രൂദിനെ അടിച്ചമർത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിയ സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞു. ആദരവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടന്നു വരുമ്പോൾ അറേബ്യ സാഹിത്യ സമ്പുഷ്ടമായിരുന്നു. കവിതകളും ആലാപനങ്ങളും അതൊക്കെ നിറഞ്ഞാടിയ ഒരു കാലം. ബസാറുകളും ചന്തകളുമെല്ലാം സാഹിത്യത്തെ മാറ്റിയെടുക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. വെറും കച്ചവടം മാത്രമായിരുന്നില്ല. അങ്ങനെ സാഹിത്യം നിറഞ്ഞുനിന്ന കാലത്താണ് ചോദ്യം ചെയ്യപ്പെടാത്തൊരു സാഹിത്യം പരിശുദ്ധ ഖുർആനിൻ്റെ സമ്പുഷ്ടമായ ഒരു രൂപത്തിൽ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിക്കപ്പെടും. ആ ഖുർആൻ ഇന്ന് നിലനിൽക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതീർണമായിട്ടുള്ള ആ ഖുർആൻ ഇന്നും ആ ഖുർആൻ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഖുർആൻ്റെ വെല്ലുവിളിയെ ഇന്നും ലോകത്തിന് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഖുർആനേക്കാളും മികച്ചു നിൽക്കുന്ന സാഹിത്യവും അവഗാഹ ബുദ്ധിയും കൊണ്ടുവരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നുള്ള ഖുർആൻ്റെ വെല്ലുവിളി ഇന്നും അത് ഇവിടെ നടപ്പായിട്ടില്ല. ഖുർആൻ തന്നെ അതിജയിച്ച് നിൽക്കുകയാണ്. ഏറ്റവും വലിയ സാഹിത്യത്തിൻ്റെ അത്യപൂർവ ഭാവമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ സാഹിത്യം മാത്രമല്ല, നേരത്തെ ആദരണീയരായ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഖുർആൻ ശാസ്ത്രമാണ്, സാങ്കേതിക വിദ്യയാണ്, ചരിത്രമാണ്, അത് മനഃശാസ്ത്രമാണ്, ഭൗതിക ശാസ്ത്രമാണ്, ഗോളശാസ്ത്രമാണ്, നിറഞ്ഞ ആത്മീയതയുടെ ഔന്നത്യമാണ്. ഇതെല്ലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ പുതിയ കാലഘട്ടത്തിൻ്റെ രീതികൾക്കനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഫലപ്രദമായി നൽകാൻ സാധിക്കുമോ ആ രീതിയാണ് പ്രിയപ്പെട്ട എസ്.പിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഘടകമായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആ ഒരു മാർഗദർശനത്തിലൂടെ നടപ്പാക്കുവാൻ പോകുന്നത്. ഇന്ന് എല്ലാ രക്ഷിതാക്കളും വിദ്യാഭ്യാസവുമായി ബോധവൽകൃതരാണ്. കുട്ടികളുടെ കാര്യത്തിൽ അവർ തൽപരരാണ്. രക്ഷിതാക്കളും ഓൺലൈൻ സംബന്ധമായിട്ടും ഒക്കെ തന്നെ ഇന്ന് അവഗാഹം നേടിയെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ടെക്നോളജി ബേസിൽ തന്നെ വിദ്യാസമ്പന്നരാക്കുവാനുള്ള ഈ രീതിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വഹ്ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.